കോഴിക്കോടും അത്ര സുരക്ഷിതരല്ല. സ്വന്തമായി കൂരയില്ലാത്തതിനാൽ തെരുവിൽ അഭയം പ്രാപിക്കുന്ന മനുഷ്യരുടെ ജീവിതം. മേൽപ്പാലങ്ങൾക്കിടയിലും റോഡ് സൈഡിലുമൊക്കെ രാത്രി ഉറക്കത്തിനെത്തുന്നവരുടെ ജീവന് വലിയ ഭീഷണിയാണ് നേരിടുന്നത്. ചെറിയ അശ്രദ്ധ കൊണ്ട് മാത്രം ജീവൻ നഷ്ടപ്പെട്ടേക്കാവുന്ന നിരവധി ജീവിതങ്ങളുണ്ട് കോഴിക്കോട് നഗരത്തിലും. കടത്തിണ്ണകളിലും പാതയോരങ്ങളിലുമായി രാത്രികളിൽ അഭയം പ്രാപിച്ചവർ. ഞാൻ ഇവിടെ 10-15 വർഷം വരക്കുന്നു. വേലയ്ക്ക് പോകും, വേലെല്ലാം കിടക്കും. ഇവിടെ കിടക്കുമല്ല, ആ കുട്ടികളെല്ലാം കിടക്കും. എന്ത് വെച്ചാൽ ഇല്ല, ഇവിടെ നാളെ കിടക്കും. തെരുവിൽ താമസിക്കുന്നവരെ പുനരധിവസിപ്പിക്കുന്നതിനായി ഷെൽട്ടർ ഹോമുകൾ സ്ഥാപിക്കുമെന്ന സർക്കാർ വാഗ്ദാനം വൈകുന്നത് ഇനിയും ഒരുപാട് ജീവനുകൾ നഷ്ടപ്പെടുത്തിയേക്കാം. ഇവർക്ക് എവിടെയും പോകാനുള്ള ഒരു സാധ്യത ഇല്ല. അതുകൊണ്ട് തന്നെ ഇനി എന്തെങ്കിലും ഒരു നടപടി എടുത്തിട്ട് ഇങ്ങനെ കിടക്കുന്ന ആൾക്കാർ, കാരണം ഒരു മഴയൊക്കെ പെയ്താലും രാത്രി എന്താ ചെയ്യുന്നത് പറഞ്ഞാൽ ഇവിടെ തന്നെ കിടക്കുകയാണ്. അപ്പോൾ ഇവിടെ വെള്ളം പോകുന്ന സ്ഥലമാണ്. ആ വെള്ളത്തിലൊക്കെ നമുക്ക് വീട്ടിൽ പോയാലും വിചാരിക്കൂ ആ ആളവിടെ കിടക്കുകയാണല്ലോ എന്നുള്ള ഒരു കുറ്റബോധമുണ്ട്. ഇവർക്ക് സുരക്ഷിതമായ വാസസ്ഥലം ഉറപ്പാക്കേണ്ടത് മനുഷ്യത്വമുള്ള സർക്കാരുകളുടെ ഉത്തരവാദിത്തം കൂടിയാണ്. ക്യാമറമാൻ ഷബീർ ഖലീലിനൊപ്പം സലാം മുഹമ്മദ്, മീഡിയ 1 കോഴിക്കോട്.